ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ റിപ്പോർട്ടറിനൊപ്പം ചേരുന്നു. 5 വർഷത്തിന് ശേഷം പദവി ഒഴിയുകയാണ്. അങ്ങനെ സംതൃപ്തനാണോ? തീർച്ചയായിട്ടും നല്ല സംതൃപ്തിയോടെയാണ്, ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പദവിയിൽ നിന്ന് മാറുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷം കേരളത്തെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞൊരു കാലമായിരുന്നു. അതേസമയം ഏറ്റവും നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ്. അതെല്ലാം പാർട്ടി പ്രവർത്തകരുടെ, കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, ഞങ്ങളെ വിവിധ ക്ഷേത്ര സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ എല്ലാ പ്രവർത്തകരുടെയും കഠിനാധ്വാനം കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത 5 വർഷം അതിനേക്കാൾ ഊർജ്ജത്തോടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ഇപ്പോൾ നോമിനേഷൻ്റെ സമയം കഴിഞ്ഞു, അതുകൊണ്ട് ആ പേര് പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നുള്ളൂ, നാളെ ഉള്ളൂ. പുതിയ നേതൃത്വത്തിന് കീഴിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിലുണ്ടാവും. പുതിയ പ്രസിഡന്റ് വരുന്നു എന്നുള്ള ചർച്ച വന്നപ്പോൾ അവസാന ദിവസം അഭ്യൂഹം ഉണ്ടായിരുന്നു, കെ സുരേന്ദ്രൻ തുടരും പദവിയിൽ ഇനിയും. കാരണം ഒരു മുന്നേറ്റം സംസ്ഥാനത്തുണ്ടാക്കി, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വോട്ട് വർധന. നോക്കൂ, 5 വർഷം കഴിഞ്ഞ ആരും തന്നെ ഈ പദവിയിൽ തുടരുന്നില്ല. പാർട്ടിയുടെ ലൈൻ എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ഒരുപോലെയാണല്ലോ, കേരളത്തിൽ മാത്രമല്ലല്ലോ. അതായത് 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ എല്ലാ പ്രസിഡന്റുമാരും മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് കേരളത്തിലും ഉണ്ടാവും. അതുകൊണ്ട് മീഡിയയ്ക്ക് ഇപ്പോൾ എന്ത് വേണമെങ്കിൽ പറയും, മീഡിയ പറഞ്ഞവരൊന്നും അല്ലല്ലോ ഇപ്പോൾ ആയിരിക്കുന്നത്. ലക്ഷ്യം പദവിയിലെത്തുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടാവും. ആ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ പൂർത്തിയാക്കിയാണോ ഇറങ്ങുന്നത്? ഇതൊരു റിലേ ഓട്ടമല്ലേ, ഒരു റിലേ ഓട്ടമാണ് പാർട്ടി. ഇപ്പം ഞാൻ കുറേ കാലം കൃഷ്ണദാസ് ഓടി, അല്ലെ സി കെ പത്മനാഭൻ ഓടി, കെ ജി മാരാർജി ഓടി, മുരളിയേട്ടൻ ഓടി, പിന്നെ ശ്രീരംപിള്ള സാർ ഓടി, കുമ്മനം രാജേട്ടൻ ഓടി, അങ്ങനെ ഓടി ബാറ്റൺ വേറെ ആൾ കൈമാറുകയാണ്. ദീർഘകാല ലക്ഷ്യമാണല്ലോ. ദീർഘകാല ലക്ഷ്യം എന്താണ്? കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ മോദിയുടെ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കുക, അതുവഴി ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലും അധികാരത്തിലെത്തുന്ന കാലം വിദൂരമല്ല. അത് ഓടിയെത്തുമ്പോഴാണ് പൂർത്തിയാവുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒട്ടും പരിചയസമ്പന്നല്ലാത്ത ഒരാളെ അധ്യക്ഷ പദവിയിൽ ഇരുത്തി എന്തൊരു പരീക്ഷണത്തിനാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം തയ്യാറാണ്? അദ്ദേഹം വളരെ കഴിഞ്ഞ 30 വർഷമായിട്ട് അദ്ദേഹം പബ്ലിക് ഫീൽഡിലുണ്ട്. നോക്കൂ, 3 ടേം അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. പാർലമെൻറ്റ് മെമ്പർ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയമുണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകിയിട്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭയിൽ ചെറിയ വോട്ടിന് തോറ്റെങ്കിലും നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഒരാഴ്ച കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് അദ്ദേഹം കീഴടക്കിയത് നാം കണ്ടതാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർജി ആരും നൂലിൽ കെട്ടിയിറക്കിയ ആളല്ല. അദ്ദേഹം കഴിവുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. ആധുനിക കാലത്ത് പാർട്ടിയെ നയിക്കാൻ ഏറ്റവും കരുത്തുള്ള ഒരാളാണ്. ഈ എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ ബി.ജെ.പിയുടെ നേതൃനിരയിലുള്ള കുറേ പേർ അധ്യക്ഷ പദവി പ്രതീക്ഷിച്ചതാണ്. അല്ല, അവരെല്ലാവരും വളരെ കഴിവുള്ള, സമർത്ഥരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അവസരങ്ങൾ ഇനിയും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അധ്യക്ഷ പദവി ഒഴിഞ്ഞാൽ, പൊതുവേ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞാൽ ദേശീയ നേതൃത്വത്തിലേക്ക് പോകുന്നതാണ്? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പഴയ കഥകളാണ്. കാരണം ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ, ഒരു സാധാരണ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കാൻ മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞ ഒരു പ്രവർത്തനമാണ് ഞാൻ. അതുകൊണ്ട് ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചോദ്യമല്ല. നമ്മൾ പബ്ലിക്കിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ നമ്മളിതൊരു ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഇതല്ലല്ലോ. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഈ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നാളെ കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ എത്ര സജീവമായിട്ട് നമ്മൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, അതുപോലെ തന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മൾ എല്ലാവരും പൊതുപ്രവർത്തനത്തിലുണ്ടാവും. താങ്കളുടെ സമയത്താണ് വോട്ട് വർധനവുണ്ടാകുന്നത്, ഒപ്പം അട്ടിമറി വിജയം തൃശ്ശൂരുണ്ടാകുന്നു. അതിനു പുറമെ സംഘടനാ സംവിധാനം ശക്തമാക്കാൻ ജില്ലകൾ വിഭജിക്കുന്നു. അങ്ങനെ ഒരു കൃത്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇനിയും അതേപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണോ? ഒരു തുടർച്ചയാണെന്ന്. ഇപ്പോൾ ശ്രീധരൻപിള്ള സാറും കുമ്മനം രാജേട്ടനൊക്കെ തുടങ്ങി വെച്ച കാര്യം ആണ് ഞാൻ തുടർന്നത്. ഞാൻ ഇപ്പോൾ നിർത്തിയെടുത്തു നിന്നാണ് പിന്നെ വീണ്ടും പുതിയ നേതൃത്വം. അങ്ങനെയാണ് എപ്പോഴും ബി.ജെ.പിയിലല്ല, എല്ലാ സംഘടനകളിലും. അതുകൊണ്ട് ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് നിന്ന് മാറിയെന്നുള്ളത് കൊണ്ട് ടീം മാറുന്നില്ല. ഞങ്ങളുടേത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ടീമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള സാങ്കേതികമോ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമുണ്ട്. നിലവിൽ പുതിയ നേതൃത്വത്തിന് വലിയ വെല്ലുവിളികളില്ല. അപ്പോൾ പരിചയസമ്പന്നരായ നേതാക്കൾ ആയിരുന്നില്ലേ വരേണ്ടി? എല്ലാവരും ചേർന്നാണെന്ന്. ഈ പരിചയസമ്പന്നമുള്ളവരൊന്നും പോകുന്നതല്ലല്ലോ, എല്ലാവരും ചേർന്നിട്ടാണ്. രാജീവ് ചന്ദ്രശേഖർജി നാളെ അധ്യക്ഷനായി കഴിഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്ക് പോകുകയല്ലല്ലോ. ഈ പാർട്ടിയിൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി വളരെ എന്താ പറയുക, ഐക്യത്തോടു കൂടിയാണ് പോവുക. ഒരു ഇതുവരെ ഇല്ലാത്ത ഒരു ഐക്യം പാർട്ടിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണോ? ഇതുവരെ ഐക്യം ഉണ്ടായിരുന്നു. നിങ്ങളിന്ന് പറഞ്ഞ് ഐക്യമില്ല എന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഈ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും നോക്കിയിട്ടാണോ പാർട്ടിയെ വിലയിരുത്തുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് നല്ല ധാരണയില്ലേ.
അപ്പോൾ ഏതായാലും വളരെ ഐക്യത്തോടെ തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കുവെക്കുന്നത്. മാത്രവുമല്ല, ഒരു സാധാരണ പ്രവർത്തകനായി മുന്നോട്ട് പോകും. ഏതെങ്കിലും പദവി ആഗ്രഹിച്ചല്ല ഈ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിയത് എന്ന തരത്തിൽ തന്നെ വിശദീകരിക്കുന്നു. പക്ഷേ സംസ്ഥാനത്ത് ബി.ജെ.പിയിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടായ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഒരു വലിയ ആത്മസംതൃപ്തിയോടെയാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത് എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത്.